ഒന്നാം നൂറ്റാണ്ടിലെ കാര്യമാണ്. യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം കഴിഞ്ഞു. ഹെരോദാവ് ദൈവജനത്തെ ഉപദ്രവിക്കുവാൻ കൈനീട്ടിയിരിക്കുന്നു. യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. ജനത്തിനത് ഇഷ്ടമായെന്നറിഞ്ഞപ്പോൾ പത്രോസിനെയും പിടിച്ചു. പെസഹായ്ക്ക് ശേഷം വിസ്താരം നടത്തി ശിക്ഷിക്കാനായി കടുത്ത കാവലിനുള്ളിൽ കാരാഗ്രഹത്തിലേക്ക് അയച്ചു. ചങ്ങലയാൽ ബന്ധിതനാണ് പത്രോസ്. ആ കാരാഗ്രഹത്തിന്റെ കൂരിരുട്ടിൽ പെട്ടെന്ന് അറയിൽ വെളിച്ചം പ്രകാശിച്ചു. ദൈവത്തിന്റെ ഒരു ദൂതൻ അവിടെ പ്രത്യക്ഷനായി. വിലാപ്പുറത്ത് തട്ടി എഴുന്നേൽപ്പിച്ച ദൂതൻ പത്രോസിനെ ഹെരോദാവ് ഒരുക്കിയ ഒന്നാം കാവലും രണ്ടാം കാവലും ശേഷമുള്ള ഒരു ഇരുമ്പുവാതിലും കടത്തി പുറത്തെ തെരുവിലെത്തിച്ചു. പത്രോസിന് വിട്ടുപോയെങ്കിലും പരിസരം വിട്ടുപോകാതെ ദൈവത്തിന്റെ ദൂതൻ അവിടെ ഉണ്ടായിരുന്നു. തൻ്റെ ജനത്തെ ഉപദ്രവിക്കുകയും യാക്കോബിനെ കൊല്ലുകയും പത്രോസിനെ കാരാഗ്രഹത്തിൽ ഇടുകയും ചെയ്ത ഹെരോദാവിനെ സ്വർഗം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ദൈവജനത്തിന്റെ കണ്ണുനീർ ദൈവത്തിന്റെ തുരുത്തിയിൽ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിത് എത്രയോ വലിയ ആശ്വാസമാണ് ദൈവം നൽകുന്നത്. മാത്രമല്ല, ഉന്നതനു മീതെ ഒരു ഉന്നതനും അതിൻ്റെ മീതെ അത്യുന്നതനും ജാഗരിക്കുന്നുണ്ട്. പത്രോസ് രക്ഷപ്പെട്ടതിന്റെ കോപത്തിൽ കാവൽക്കാരെയും കൊല്ലുവാൻ തീരുമാനിച്ച ഹെരോദാവ് ആളുകളെ കൊല്ലുന്നത് ഹരമായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. നിഗളത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ആൾരൂപമായി മാറിയ അദ്ദേഹം നിശ്ചയിക്കപ്പെട്ട ദിവസത്തിൽ രാജവസ്ത്രം ധരിച്ച് തൻ്റെ സിംഹാസനത്തിൽ, അതിനെ ഭദ്രാസനം എന്നാണ് വായിക്കുന്നത്, ആ ഭദ്രാസനത്തിൽ ഇരുന്ന് ജനങ്ങളോടൊരു പ്രസംഗം നടത്തുകയാണ്. പ്രജകൾ മുഖസ്തുതിക്കാരായതുകൊണ്ട് അവർ ആർത്തു വിളിച്ചു. ഇതൊരു ദേവന്റെ ശബ്ദമാണ്, ഇതൊരു മനുഷ്യന്റെ ശബ്ദമല്ല, ഇതൊരു ദേവന്റെ ശബ്ദമാണ്. ഇത് നന്നായി ആസ്വദിച്ച ഹെരോദാവ് അത് തിരുത്താൻ തുനിഞ്ഞില്ല. ദൈവത്തിന് മഹത്വം കൊടുക്കുകയാൽ ദൈവത്തിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. ഏത് ഭദ്രാസനത്തിൽ അവൻ ഇരുന്നുവോ ആ ഭദ്രാസനത്തിലേക്ക് മരണം ചെന്നവനെ കീഴ്പ്പെടുത്തി. ലോകത്തിലെ ഒരു ഭദ്രാസനവും ഭദ്രമല്ലെന്നും എവിടേക്കും മരണം കയറി ചെല്ലുമെന്നും ആരെയും അത് കീഴ്പ്പെടുത്തുമെന്നും അതിന് സാമ്രാട്ടുകളെന്നോ രാജാക്കന്മാരെന്നോ നേതാക്കന്മാരെന്നോ വ്യത്യാസമില്ലെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ എന്നാണ് നാം വായിക്കുന്നത്. ദൈവം ഒരുവനേയുള്ളൂ, രണ്ടാമതൊരാളില്ല. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ മറ്റൊരു ഭദ്രാസനം നാം കാണുന്നു, മറ്റൊരു ഇരിപ്പ്. അത് യോഹന്നാന്റെ ഇരിപ്പാണ്. അവിടെ നാം വായിക്കുന്നു, അവൻ യേശുവിന്റെ മാർവിടത്തിൽ ചാരിക്കൊണ്ടിരുന്നു. കൊതി തീരാത്ത പോലെ 13:25 നാം വായിക്കുന്നു, അവൻ യേശുവിന്റെ നെഞ്ചോട് ചാഞ്ഞു. ഇത് ഭദ്രമായ ഒരു ഇരിപ്പാണ്, സുരക്ഷിതമായ ഒരു കോട്ടയാണ്. മറ്റു ഭദ്രാസനങ്ങളെല്ലാം തകർന്നു പോകും. എന്നാൽ ദൈവജനത്തിന് ചാരുവാൻ എന്നും ഈ യേശുവിന്റെ നെഞ്ചുണ്ടാകും. ആശ്രയിപ്പാൻ അവന്റെ കരങ്ങൾ ഉണ്ടാകും. ആ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് ഏവർക്കും മുമ്പോട്ട് പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.